ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ യൂണിറ്റ് 1 ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ബിസിനസ് എന്നും, എന്താണ് ട്രാൻസാക്ഷൻ എന്നും, എന്താണ് ഇവൻ്റ് എന്നും, എന്താണ് ട്രേഡിംഗ് എന്നും എന്നെല്ലാം ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കടക്കാരൻ്റെ എക്സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, അയാൾ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുക, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു കഥ പോലെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാൻ പോവാം. അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് കളക്ടിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അബൌട്ട് എ ഫേം. ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ AAA എന്നുള്ള പ്രകാരം, അവരുടെ പ്രകാരം അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. എന്താണ്? അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫോർമേഷൻ ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഡിസിഷൻ ബൈ യൂസേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, അതുപോലെ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ നമ്മൾ ആ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഏൺ ചെയ്തെടുക്കണമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് നടത്തുക, ജഡ്ജ്മെൻറ്റ് നടത്തുക, അതുപോലെ തന്നെ അത് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുക. എന്നിട്ട് അത് ആർക്കൊക്കെയാണോ യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, അക്കൗണ്ടിങ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ബിസിനസ് മാന് ഒരിക്കലും ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒന്നും ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അതെല്ലാം ഒരു ബുക്ക് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ തന്നെ അതാണ്. എന്ത്? ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്ക്. ഒരു ബുക്കിൽ എന്ത് ചെയ്യുന്നു, ആ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്, ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് എന്ത് ചെയ്ത് വെക്കുന്നുള്ളൂ, എൻട്രി ചെയ്ത് വെക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത്, ഇറ്റ് ക്ലാസിഫൈ ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനൊക്കെ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഇറ്റ് അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ദ സമ്മറൈസ് ഡാറ്റ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ, നമ്മൾ ഡാറ്റയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സമ്മറൈസ് ഡാറ്റയാണുള്ളത്. ആ സമ്മറൈസ് ഡാറ്റേനെ എന്ത് ചെയ്യണു, അനലൈസ് ചെയ്യണു, അതുപോലെ തന്നെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യണു. അത് എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട്, നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടോ, ഈ കൊല്ലം എത്ര പ്രോഫിറ്റ് ഉണ്ട്, കഴിഞ്ഞ കൊല്ലം എത്ര പ്രോഫിറ്റ് ആയിരുന്നു, അത് വെച്ച് കമ്പയർ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിൽ ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. നമ്മുടെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടുള്ള കുറേ പാർട്ടീസ് ഉണ്ടാവും. അവർക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ പറ്റി അറിയേണ്ടി വരും, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റിയിട്ട് അറിയേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആര് പ്രൊവൈഡ് ചെയ്ത് വെക്കും, നമുക്ക് ഈ അക്കൗണ്ടിങ്ങിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്ത്, അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പറഞ്ഞു റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ, പിന്നെ സമ്മറൈസ് ചെയ്യണമെന്ന് പറഞ്ഞു, അങ്ങനെ പല ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. രണ്ടാമത്തെ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമ്മുടെ ബിസിനസ് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോസ് ആണോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. അടുത്ത, ഡിവിഷൻ ഓഫ് ദ ഫിനാൻസ് പൊസിഷൻ. നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, എത്ര ക്യാഷ് കയ്യിലുണ്ട് അല്ലെങ്കിൽ എത്ര കടം കൊടുക്കാനുണ്ട്, നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അക്കൗണ്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത്, ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. ഈ ഇൻഫോർമേഷൻ, നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആരൊക്കെയാണോ ആവശ്യമെച്ചാൽ അവരിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അടുത്തതാണ് എന്ത്, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. സത്യം നമ്മൾ നോക്കുമ്പോൾ ഈ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും ഒന്നാണെന്ന് തോന്നും, പക്ഷേ രണ്ടും രണ്ടാണ്.
ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ, ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഒരു ബുക്കിൽ നമ്മൾ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ ഈ ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് വെക്കുക മാത്രമേ നമ്മൾ ഇതിൽ ചെയ്യുന്നുള്ളൂ, ബുക്ക് കീപ്പിങ്ങിൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രൈമറി സ്റ്റേജ് ഓഫ് അക്കൗണ്ടിങ് എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് അല്ലേ. അക്കൗണ്ടിങ് നോട്ട് ഓൺലി റെക്കോർഡ്സ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ബട്ട് ഓൾസോ സമ്മറൈസസ്, അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ്. റെക്കോർഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നുള്ളൂ, ഈ റെക്കോർഡ് ചെയ്ത ഡാറ്റേനെ എന്താ ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. നമ്മുടെ അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ചസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണെന്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. സെക്കൻഡ് വൺ ആണെന്ത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. തേർഡ് വൺ ആണെന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെന്ത് ഏറ്റവും ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക. പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ റിസൾട്ട് കണ്ടുപിടിക്കുക. അത് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഏൺ ചെയ്തെടുക്കണമെന്നത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിന് ഇൻഫോർമേഷൻ, ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണെന്ത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, ഓരോന്നിനും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ഇൻപുട്ട് കോസ്റ്റ് എത്ര, ഫിക്സഡ് കോസ്റ്റ് എത്ര, ഇതൊക്കെ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.